ഗാനം ശ്രമിക്കാൻ പോവുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നത് ഡോക്ടർ ഫിലമോൻ ചെറിയാനാണ്. ഞാൻ ബോംബെയിൽ നിന്നുമാണ് ഗാനം ആലപിക്കുന്നത്. വളരെ നമുക്കറിയാം, വളരെ തിരക്കുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് താൻ. എന്നാൽ അതിൻ്റെ ഇടയിൽ കടന്നു വന്ന് ഈ ക്രിസ്മസ് പ്രഭാതത്തിലൂടെ നിന്നും ക്രിസ്മസ് ഈവിൽ നമുക്ക് ഒരു ഗാനം ആലപിപ്പാൻ സാന്ദ്രത പ്രിയ ദേവദാസൻ അല്ലെങ്കിൽ പ്രിയ നമ്മളോട് കാണിച്ച കൂട്ടായ്മയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ തന്നിൽ നിന്ന് കേൾക്കുന്ന ഗാനം അത് നമ്മുടെ ജീവിതത്തിന് ഒരു വളരെ അനുഗ്രഹമായി തീരുവാൻ, ആശ്വാസമായി തീരുവാൻ, ആ ഗാനത്തിന്റെ ലിറിക്സ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ തക്കണം പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ദൈവസനിലായിരിക്കുമ്പോൾ പ്രിയ സഹോദരൻ ഡോക്ടർ ഫിലമോൻ ചെറിയാനെ ഗാന ശുശ്രൂഷയ്ക്കായി ഓക്ലഹോമ പ്രയർ ലൈൻ പാർട്ട്നേഴ്സ് നാമത്തിൽ ക്ഷണിച്ചോളൂ. Hallelujah. Praise the Lord. Greetings to you all in the matchless name of our Lord and Savior Jesus Christ. ഞാൻ പാടാൻ പോകുന്ന ഒരു പാട്ടെന്ന് വെച്ചാൽ, ഞാൻ 2022 40 ഡേയ്സിന്റെ ഫാസ്റ്റിംഗ് പ്രേയറിൽ ഇരുന്നപ്പം എവറി ഡേ ഞാൻ കേട്ടോണ്ടിരുന്ന ഒരു പാട്ട്, എവറി ഡേ ആ പാട്ട് എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് ഒത്തിരി ഹാപ്പിനെസ് തന്നതും, ദൈവം ഒരു പ്രോമിസ് പോലെ എന്നോട് വർത്തമാനം പറഞ്ഞ ഒരു സോങ് ആണ്. എൻ്റെ ഇപ്പോൾ സൗണ്ട് ഇച്ചിരി ഈ ക്ലൈമറ്റ് കാരണം ഇച്ചിരി സൗണ്ട് അഴുക്കായിരിക്കുകയാണ്, പ്ലീസ് അഡ്ജസ്റ്റ് ചെയ്യണം. ബട്ട് ഐ നോ അത് കേൾക്കുന്ന എല്ലാവർക്കും അതൊരു ഹാപ്പി ഗോയിങ് സോങ് ആണ്. ബ്രദർ ഷാരോൺ ആ പാട്ട് പാടി നമ്മൾ കോവിഡിന്റെ ഇടയ്ക്കെല്ലാം പവർ വിഷനിൽ കേട്ട ഒരു പാട്ട്, ലോകത്തിൻ സ്നേഹം. ആ പാട്ട് ഞാൻ ഇന്ന് പാടാൻ പോകുന്നു. അപ്പൊ ദൈവം എല്ലാരെയും ആ പാട്ട് വെച്ച് ഹെൽപ്പ് ചെയ്തിട്ട് ദൈവത്തിന്റെ ഗ്രേസ് എല്ലാവരുടെയും കൂടെ ഇരിക്കട്ടെ. കേൾക്കുന്ന എല്ലാവർക്കും ദൈവം അത് ഈ സോങ് വെച്ച് ഒത്തിരി 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 ബ്ലെസ്സിങ്സ് കൊടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആ പാട്ടിലോട്ട് പോകണം. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാനന്റെ സ്നേഹിതൻ, എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ. ലോകത്തിൻ സ്നേഹം മാറുമൻ, യേശുവാനന്റെ സ്നേഹിതൻ, എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാനവൻ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധി. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധി. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാറിൽ ചേർക്കും തോളിലെത്തും കണ്ണീരൊപ്പം ഉയർച്ച നൽകി മാനിക്കും. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധി. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ
നാഥൻ സന്നിധേ എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധേ. ഈ പാട്ട് പാടുമ്പോൾ എനിക്ക് പറയാനുള്ള, കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള എന്ന് വെച്ചാൽ, നമ്മളെ താന്നായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതം, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സക്സസ്ഫുൾ അല്ലാതെ ഒരു റെസ്പെക്ട്ഫുൾ ലൈഫ് അല്ലായിരിക്കും ഇപ്പം കിട്ടുന്നത്. ബട്ട് ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലെസ്സിങ് വെച്ചിട്ടുണ്ട്. ആ ബ്ലെസ്സിങ് ദൈവം നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കത്തില്ല. അബ്രഹാമിനോട് പ്രോമിസ് ചെയ്ത പോലെ തന്നെ ചില സമയം എടുത്താലും ദൈവം ആ പ്രോമിസ് നമ്മുടെ കൂടെ ഫുൾഫിൽ ചെയ്യും. ഈ പാട്ടി പറഞ്ഞ പോലെ വീഴുമ്പോൾ താങ്ങാനായിട്ട് എൻ്റെ ദൈവത്തിന് പറ്റും. ഞാൻ കരയുമ്പോൾ, നമ്മൾ കഥ അടച്ച് റൂമിന്റെ ഒരു കോർണറിൽ പോയിട്ട്, അത് ഏത് സ്റ്റേറ്റിലാണെങ്കിലും ഏത് കൺട്രിയിലാണെങ്കിലും, ഇന്ത്യ, ഗൾഫ്, അമേരിക്ക, UK, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, അല്ലെങ്കിൽ കാനഡ, എവിടെയായിരുന്നു കേൾക്കുന്നത്, നമ്മൾ ചിലപ്പം ഒത്തിരി വിഷമത്തിലിരിക്കുമ്പോൾ കഥ കടച്ച് ഹസ്ബൻഡിനോടും വൈഫിനോടും പിള്ളേരോടും മമ്മി പപ്പനോടും ആരോടും പറയാതെ നമ്മുടെ വിഷമം നമുക്ക് ചിലപ്പോൾ അത് പറയാൻ പറ്റുന്ന ഒരു വിഷമമായിരിക്കും, ചിലപ്പോൾ അത് പറയാൻ പറ്റാത്തൊരു വിഷമമായിരിക്കും. അതിന്റെ ഇടയ്ക്കൊക്കെ പോയി ദൈവത്തിന്റെ അടുത്ത് ചെന്ന് നമ്മൾ ഇത് കരഞ്ഞ് നമ്മുടെ കണ്ണീർ ഉപ്പ് മൊത്തം ദൈവത്തിന്റെ മേളിലോട്ട് അങ്ങ് നമ്മളൊരു ഫ്രണ്ടിന്റെ മേളിൽ കടന്ന് ഹഗ് ചെയ്ത് കടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന പോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉയർച്ച നൽകി നമ്മളെ മാനിക്കാനായിട്ട് കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ. അതുകൊണ്ട് അതിലൊരു ഡൗട്ടും വെക്കണ്ട. ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും ഒരു ബ്ലെസ്സിങ് ആയിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞിട്ട് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച് എവരിവൺ. Thank you so much for the blessed song. We know that when you are singing, you are actually giving an experience of that song we are going through. We can feel that when you are singing. അതൊരു പാട്ട് പാടുന്ന ജസ്റ്റ് ഒരാൾ പാടുന്ന പോലെ അല്ലായിരുന്നു. ആ പാട്ട് സ്വന്തം അനുഭവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ സ്വന്തം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് താൻ അത് പാടുകയായിരുന്നു എന്നുള്ളത് ആ പാട്ട് കേട്ട എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഴുമ്പോൾ താങ്ങുന്ന ഒരുവൻ, കണ്ണുനീർ തുടയ്ക്കുന്ന ഒരുവൻ, അല്ലേ? ആ ദൈവം നമ്മുടെ ദൈവം എന്ന് പറയാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത്, അല്ലേ? ഈ ക്രിസ്മസ് ഈവിലെ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ഒരുമിച്ച് ദൈവസേനയിലായിരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ദൈവം തന്റെ പുത്രനെ നൽകത്തക്കവണ്ണം ദൈവത്തെ സ്നേഹിച്ചു, ലോകത്തെ സ്നേഹിച്ചു, അല്ലെ? ഗോഡ് സോ ലവ് ദ വേൾഡ്. ആ സോ എന്നുള്ള ആ 2 അക്ഷരത്തിന് ഒരുപാട് ദൈർഘ്യമുണ്ട്. ആ ദൈർഘ്യം നമുക്ക് അളക്കാൻ കഴിയത്തില്ല. അത്രമാത്രം ദൈവം സ്നേഹിച്ചതുകൊണ്ടാണ്, തന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊക്കെ ഈ ലൈനിലായിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം വേറൊരു ലെവലിലായി പോകുമായിരുന്നു. നമ്മളൊക്കെ ഭൂമിയിൽ കാണുമോ എന്ന് പോലും നമുക്കറിയത്തില്ലായിരുന്നു. എനിവേ, ആ ഒരു സ്നേഹം, അപ്പൊ ആ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളായിരിക്കുമ്പോൾ ആ സ്നേഹത്തെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് പാടുവാൻ തക്കവണ്ണം, അതിന്റെ ആ റിയൽ എക്സ്പ്രഷൻ ആ വരികളിലൂടെ പുറത്തു കൊണ്ടുവരാൻ തക്കണം സഹോദരനെ കർത്താവ് സഹായിച്ചല്ലോ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഇനിയും കർത്താവിന് വേണ്ടി പാടുവാൻ തിരക്കുള്ള ജീവിതത്തിനിടയിലും കർത്താവ് ആ ശബ്ദത്തെ അനുഗ്രഹിക്കട്ടെ, അവസരം ഒരുക്കി സഹായിക്കട്ടെ, കുടുംബമായിട്ട് അവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ജോർജ് വർഗീസ് ലൈനിലുണ്ടല്ലോ? കേൾക്കാമോ? കേൾക്കാം. തുടർന്നുള്ള നിമിഷങ്ങൾ നമ്മളെ ദൈവവചനത്തിൽ നിന്നും പോവുകയാണ്. ഇത് നമ്മുടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വർഷത്തെ ലാസ്റ്റ് സൺഡേ സെഷനിലൂടെയാണല്ലോ. കർത്താവദാസൻ പാസ്റ്റർ ജോർജ് വർഗീസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേക ദശാബ്ദങ്ങളിലെ പരിചയം കർത്താവദാസനുമായിട്ടുണ്ട്. വളരെ ആത്മാർത്ഥതയോടുകൂടി ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും തന്നെ എവിടെയൊക്കെ ആക്കിയിട്ടുണ്ടോ അവിടെയൊക്കെ താൻ എവിടെയൊക്കെ ചെന്നിട്ട് അവിടെയൊക്കെ ആത്മാക്കളെ നേടുവാൻ കർത്താവ് അവസരം ഒരുക്കിയ ഒരു ദൈവദാസന കുടുംബവുമാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ തന്നെ ഫിലദൽഫിയയിൽ തന്റെ മകനോടൊപ്പം ആയിരിക്കുന്നു, നമ്മളോടൊപ്പം ആയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. തുടർന്നുള്ള നിമിഷങ്ങൾ കർത്താവദാസനിൽ നിന്നും നമുക്ക് കേൾക്കുവാൻ കഴിയും. വളരെ അനുഭവ പരിചയമുള്ള ഒരു ദൈവദാസൻ, ഒരു ബൈബിൾ സ്കൂൾ അധ്യാപകൻ ഒക്കെ ആയിരുന്നു താൻ. അതുകൊണ്ട് തനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനിടയിൽ പറയാൻ കാണും. ഞാൻ മുഖവുര പറഞ്ഞ സമയം ദീർഘിക്കുന്നില്ല.
തുടർന്നുള്ള നിമിഷങ്ങൾ വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. തന്നിൽ നിന്ന് കേൾക്കുന്ന ദൈവത്തിന്റെ ശബ്ദം അത് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കാൻ തക്കണം. കലാപകലുഷിതമായ ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ, സമാധാനമില്ലാത്ത ഒരു ലോകത്തിൽ സമാധാനത്തിന്റെ പ്രഭുവായിട്ട് ക്രിസ്തു ജനിച്ചു എന്ന് പറഞ്ഞ് ലോകം ആഘോഷിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാനത്തിന് വേണ്ടി ആളുകൾ നെട്ടോട്ടം ഓടുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്നതിന് നടുവിൽ ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്ന ആശ്വാസവും ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്ന സമാധാനവും ഈ സെഷനിൽ ഉൾക്കൊള്ളുവാൻ തക്കണം കർത്താവ് നമ്മളെ സഹായിക്കേണ്ടതിനെ പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ദിവസത്തിലായിരിക്കുമ്പോൾ ദൈവവചന ഘോഷണത്തിനായി ഒക്കലോമ പ്രേലൻ നാമത്തിൽ കർത്താദാസൻ പാസ്റ്റർ ജോർജ് വറീസിനെ ഞാൻ ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രയർ ലൈൻ കോർഡിനേറ്റ് ചെയ്യുന്ന ചെയർപേഴ്സൺ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ബ്രദർ സാജൻ, തന്റെ സഹധർമ്മിണി സിസ്റ്റർ ബിജി, കുഞ്ഞുങ്ങൾ, അതുപോലെ ഈ പ്രയർ ലൈനുമായിട്ട് ബന്ധപ്പെട്ട് ടെക്നിക്കൽ സൈഡിലും മറ്റ് വിവിധ ഡിവൈസസിന്റെയും ടൈം സ്റ്റോൺസിന്റെയും മുമ്പിൽ വിവിധ രാജ്യങ്ങളിൽ ദൈവജനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഫിലദൽഫിയ എന്നുള്ള ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിച്ചു കൊള്ളുന്നു. ഈ ഓക്ലഹോമ ഈ പ്രയർ ലൈനിലേക്ക് എന്നെ പരിചയപ്പെടുത്തുവാനിടയായി തീർന്നതായ പാസ്റ്റർ റജി ഫിലിപ്പിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു ആത്മീയ ബന്ധം മാത്രമല്ല, പാസ്റ്റർ സണ്ണി ഫിലിപ്പിന്റെ വൈഫും ഞാനും കസിൻസാണ്. അങ്ങനെയുള്ള ബന്ധങ്ങളും ആ കുടുംബമായിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ അടുക്കൽ ദൈവവചനമായി തിരുവചനവുമായി ഒരു ശബ്ദമായി നിൽപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയല്ലോ. ആരും ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു ദിവസത്തിന്റെ സന്ധ്യ കാണുവാൻ നമുക്ക് ദൈവം ഇടയാക്കിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പീഡ അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർക്കും സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്ന് ഞാൻ കേൾക്കുവാൻ ഇടയായി തീർന്നു. അതിനായിട്ട് ദൈവം നമുക്ക് തുടർന്നുള്ള ഇതിനു ശേഷമുള്ള സമയങ്ങളിൽ വചന ശേഷം അതിനുവേണ്ടി ഉപയോഗിക്കുന്നെന്ന് കേട്ടു. ഇൻട്രഡക്ഷനിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞ ദുഃഖിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന സമ്മിശ്ര വാർത്തകൾ ഞാനും കേൾക്കുവാനായിട്ടിടയായി. ഈ ദിവസത്തിന്റെ ഇന്ന് രാത്രി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ഞായറാഴ്ചയായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഒന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷാവസാനത്തിന്റെ അടുത്ത കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ അമേരിക്കയിൽ അടുത്ത ഞായറാഴ്ച വാഷണേഴ്സ് സർവീസ് ആയിരിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെ ഇന്നത്തെ ആരാധനയ്ക്ക് ശേഷമായി നമുക്കൊന്നിച്ച് വീണ്ടും പ്രയർ ലൈനിൽ വന്ന് വരുവാനിടയായി തീർന്നു. ഇതൊരു വാഷണേഴ്സ് സർവീസായിട്ടും ഒരു ക്രിസ്തുമസ് സന്ദേശമായിട്ടും ഒക്കെ കണക്കാക്കുവാനായിട്ട് കഴിയട്ടെ. വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസത്തിലേക്ക് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. അതിനെ ഓർത്ത് സ്തോത്രം. 20 വർഷക്കാലം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും സഭാ ശുശ്രൂഷയിലും അധ്യാപന വൃത്തികളിലും അതുപോലെ സുവിശേഷ പത്ര പ്രവർത്തന മേഖലകളിലും ഒക്കെ പ്രവർത്തിപ്പാൻ ഇടയായിത്തീർന്നു. അനന്തരം 10 വർഷത്തോളം മിഡിൽ ഈസ്റ്റിലുള്ള അബുദാബി, ഷാർജ എന്നീ സ്ഥലങ്ങളിൽ പൂർണ്ണസമയം കുടുംബമായിട്ട് സഭയുടെ ചുമതലയും അതുപോലെ തന്നെ ബൈബിൾ അധ്യാപകനായിട്ടും മറ്റ് ശുശ്രൂഷകളും ചെയ്യുവാനിടയായി. 6 വർഷം മാത്രമേ ആയുള്ളൂ USA ഞാൻ കടന്നു വന്നിട്ട്. എനിക്ക് വന്ന സന്ദർഭത്തിൽ തന്നെ ഫ്ലോറിഡയിൽ വെസ്റ്റ് പാം ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് ചില വർഷങ്ങൾ ഒരു സഭയുടെ ശുശ്രൂഷനായിരിക്കാൻ തക്കവണ്ണം ദൈവം ഇടയായി തീർന്നിട്ടുണ്ട്. അനന്തരം അവിടുത്തെ ടേം തീർന്നു കഴിഞ്ഞ് ഫിലദൽഫിയയിലുള്ള എൻ്റെ രണ്ടാമത്തെ മകൻ്റെ കൂടെ ഇപ്പോൾ താമസിക്കുകയും അവർ കൂടുന്ന ആരാധനയിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു. ഈ പ്രയറിൽ പങ്കാളിയായി തീരുവാനിടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവദാസന്മാരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. എല്ലാ ദിവസങ്ങളിലും ഏതെങ്കിലും ഒരു പ്രയർ ലൈനിൽ ഒന്നിലധികം മെസ്സേജ് ദിവസം കാണും. നമ്മുടെ ഈ രാജ്യത്തുള്ളതും വിദേശ രാജ്യങ്ങളിലും മാത്രമല്ല ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലുള്ള മിക്ക പ്രയർ ലൈനിലും മിക്കവാറും ദൈവവചനം പ്രസംഗിപ്പാൻ തക്കവണ്ണമുള്ള ഒരു ഭാഗ്യം ദൈവം തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇൻട്രഡക്ഷനിൽ നിന്ന് ദൈവവചനത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു 2-3 വാക്കിൽ ഈ വർഷത്തിന്റെ അവസാനമായിരിക്കുന്നതുകൊണ്ട് അതുമായിട്ടുള്ള ബന്ധത്തിൽ ചില 1-2 കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ഇവിടെ ദൈവവചനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞ ഒരു വചനമുണ്ട്, ഞങ്ങളുടെ ആയുസ് 70, ഏറെയായാൽ 80, അത് വേഗം തീരും. അതിന്റെ പ്രതാപം എന്ന് പറയുന്ന കഷ്ടവും ദുഃഖവുമാണ്. അത് വേഗം തീരുകയും ഞങ്ങൾ
പറന്നു പോവുകയും ചെയ്യുന്നു. പ്രത്യാശയോടുകൂടെ ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പോയ ദിവസങ്ങൾ കിട്ടുന്നില്ല, നമുക്കൊരിക്കലും ലഭിക്കുകയില്ല. എന്നാൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന മുമ്പിലുള്ള ആ ദിവസങ്ങൾ, നമുക്കുള്ള സമയങ്ങൾ തക്കത്തിൽ വിനിയോഗിക്കുവാൻ ദൈവം നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. തിരക്കുകളുടെ മധ്യത്തിൽ ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടി സമയം മറന്നുപോകാതെ കണ്ടെത്തുവാനും, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മേഖലകൾക്കകത്തിരുന്നുകൊണ്ട് കുടുംബം, സഭ, മറ്റുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ ചെയ്യുന്നതോടൊപ്പം കർത്താവിൻ്റെ വേല ദൈവം ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഏതെങ്കിലും വിധത്തിൽ ദൈവത്തിൻ്റെ ഒരു മിനിസ്ട്രിയുടെ ഭാഗമായി പങ്കാളി, സുവിശേഷത്തിൻ്റെ ഒരു മുന്നണി പോരാളിയായി നിൽക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കട്ടെ. നമ്മുടെ ഇത് ദുഷ്കാലമാകിയാൽ പൗലോസ് പറയുന്നത് പോലെ റെഡീമിങ് ദ ടൈം ബിക്കോസ് ദ ടൈം ഈസ് ഈവിൾ. ഇത് വളരെ ദുഷ്കാലം ആണ്, അന്ത്യകാലമാണ്, ദുഷ്കാലമാണ്. ആമേൻ. അത് ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ സമയത്തെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരും. ഞാൻ ഇന്ന് അല്പസമയം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്തെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ക്രമാനുഗതമായിട്ട് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ചില പ്രാവചനിക വെളിപ്പാടുകളും അതിൻ്റെ നിറവേറലും, ദ ഗ്രാജുവൽ പ്രോഫറ്റിക് ഡെവലപ്മെന്റ് ഓഫ് ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യുന്നത് ഓൾഡ് ടെസ്റ്റമെന്റ് ആണ്. ന്യൂ ടെസ്റ്റമെന്റിലേക്ക് ജസ്റ്റ് വന്ന് നിർത്തണം എന്നാണ് വിചാരിക്കുന്നത്. കർത്താവിനെ കുറിച്ച്, നമ്മുടെ കർത്താവ് ആരാണ്? ചരിത്രത്തിൽ ഉണ്ടായതിൽ ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായിട്ട് മുറിക്കുവാനിടയായി തീർന്ന ചരിത്ര പുരുഷൻ ആരെന്ന് ചോദിച്ചാൽ, ആമേൻ, എല്ലാവരും ഒരുപോലെ ഉത്തരം പറയുന്നത് യേശുവാണെന്ന് പറയും. അതിനു മുമ്പ് ചരിത്രം രണ്ടായി തിരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണ് നിങ്ങളുടെ പാസ്പോർട്ടിൽ? അറബിയോ, അതെ അമേരിക്കക്കാരനോ, ആഫ്രിക്കക്കാരനോ, ചൈനക്കാരനോ, റഷ്യക്കാരനോ? ദൈവം ഇല്ല എന്ന് വിളിച്ചു പറയുന്നവൻ്റെയും പാസ്പോർട്ടിൻ്റെ അകത്തെ ആ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം മതി എൻ്റെ യേശു ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് അറിയാൻ. പ്രൈസ് ദി ലോർഡ്. ആ ഡേറ്റ് ഓഫ് ബർത്ത്, ഒരാളുടെ ജന്മതീയതി വേദപുസ്തകമില്ലാതെ തന്നെ സുവിശേഷം എങ്ങനെ പറയാം എന്നുള്ളത് ഞാൻ പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. ബൈബിൾ തുറക്കാതെ തന്നെ യേശു ഇവിടെ ഉണ്ടായിരുന്നുവെന്നും, ആമേൻ, ആ യേശുവിനോടുള്ള ബന്ധത്തിലാണ് നിങ്ങളുടെ ജന്മതീയതി നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ അകത്ത് കുറിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിലോ മറ്റ് ക്രെഡൻഷ്യലോ കുറിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിഷേധിക്കാനാവാത്ത, ആർക്കും നിഷേധിക്കാത്ത, ബാക്കി എല്ലാ വ്യക്തികളെയും നിഷേധിച്ചാലും, ആമേൻ, കർത്താവ് ഇവിടെ കടന്നു വന്നുവെന്നും ലോകത്തിന്റെ ചരിത്രം രണ്ടായിട്ട് വെട്ടിമുറിച്ചുവെന്നും, ആമേൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് ഇന്നും അത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ തന്നെ ഹിസ് സ്റ്റോറി, ആമേൻ, ഹൂ സ്റ്റോറി, ആമേൻ, യേശുവിന്റെ ചരിത്രമാണ് ഹിസ് സ്റ്റോറി. ലോക ചരിത്രത്തിൽ ജനിക്കുന്നതിന് മുമ്പ് ചരിത്രമുള്ളവനാണ് ക്രിസ്തു. ജനിക്കുന്നതിന് മുമ്പ് ചരിത്രം ഉണ്ട്. ആ ഭാഗം ഉൽപ്പത്തി പുസ്തകം 3:15 നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഫസ്റ്റ് ഗോസ്പൽ എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ മത്തായി എന്ന് നമ്മൾ പറയും. പക്ഷേ പ്രോട്ടോ വാഞ്ചലിയോൺ എന്ന് വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒന്നാമത്തെ സുവിശേഷം ഏദന്റെ മണ്ണിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ പാപത്തിന്റെ പരിഹാരാർത്ഥമായി ആ പുരുഷനെയും ആ മനുഷ്യനെയും ആ പുരുഷനെയും സ്ത്രീയെയും ഒറ്റ ഒരു ആടിന്റെ തോൽ കൊണ്ട് രണ്ടുപേരുടെയും നഗ്നത മറച്ചതിന് ശേഷം ദൈവം ഇപ്രകാരം ഏദന്റെ മണ്ണിൽ മനുഷ്യവർഗത്തോട് ഒരു വിളംബരം ചെയ്തു. എന്തായിരുന്നു? ആമേൻ, ദ സീഡ് ഓഫ് ദ സർപ്പന്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ സന്തതി ഷാൽ ബ്രൂയിസ് ദ ഹെഡ് ഓഫ്, ആമേൻ, ദ സർപ്പന്റ്, സീഡ് ഓഫ് ദ വുമൺ, അതായത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന് പറയുന്ന ആ സുവിശേഷം യേശു ക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും പുരാതനമായ, അല്ലെങ്കിൽ മശിഹായെ കുറിച്ചുള്ള ഒന്നാമത്തെ സന്ദേശമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് യേശു മാത്രമാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. സകല മനുഷ്യവർഗത്തിലും ജനിച്ച ആളുകൾ സ്ത്രീയുടെയും പുരുഷന്റെയും ചേർന്നുള്ള സന്തതിയാണ്. ബയോളജി അനുസരിച്ച് ഈ കാണുന്നതായിരിക്കുന്ന സസ്യലോകത്തിൽ, പ്ലാന്റ് വേൾഡിലോ അല്ലെങ്കിൽ ആനിമൽ വേൾഡിലോ, മൃഗങ്ങളുടെ ലോകത്തിലോ അതുപോലെ മനുഷ്യ ലോകത്തിലോ ഒന്നും നമുക്ക് കാണുവാൻ കഴിയാത്തതായ ഒരു കാര്യമാണ്. അത് പുരുഷൻ സ്ത്രീ രണ്ടുപേരും കൂടെ ചേർന്നെങ്കിൽ മാത്രമേ ഒരു ജനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിന് സ്ത്രീയിൽ നിന്ന് മാത്രമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ആമേൻ വേദപുസ്തകത്തിൽ പുതിയ, അതാണല്ലോ
ഇന്നത്തെ ക്രിസ്തുമസ് എന്ന് ആഘോഷിക്കുന്ന ആ പ്രധാനപ്പെട്ട സംഭവം വിളിച്ചിരിക്കുന്നത്. തീയതി ആ പറയുന്നതായ ഡിസംബർ 25 ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആമേൻ. ഒരു തീയതി ഉണ്ട് ക്രിസ്തു ജനിച്ചത്. പക്ഷേ അതായത് കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ലോകത്തിലുള്ളതായ ആളുകളെ, ക്രിസ്തീയ നേതാക്കന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി ഒന്നിച്ച് ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിന് ഒരു തീയതി നിശ്ചയിച്ചു. അന്ന് മുതലാണ് ഡിസംബർ 25 എന്നുള്ളത്. അതുമാത്രമല്ല, ആടിനെ കാത്ത് ഈ പറയുന്ന ആട്ടിടയന്മാർ വെളിയിലായിരുന്നു താമസിച്ചിരുന്നെന്നും അതിനുശേഷം അതുകൊണ്ട് ഈ വിന്ററിന്റെ സ്നോ വീഴുന്നതായിരിക്കുന്ന ഫലസ്തീൻ, ഈ പറയപ്പെട്ട നാടുകൾ യെരുശലേമില്, ബേത്ലഹേമിലൊന്നും ഒരിക്കലും ആ സമയത്ത് പുറത്തേക്ക് ആളുകൾക്ക് സഞ്ചരിക്കുവാനോ നടക്കുവാനോ യാത്ര ചെയ്യുവാനോ കഴിയാത്തത് കൊണ്ട് ആ തീയതി അല്ല എന്ന് നാം തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. ക്രിസ്തു ജനിച്ചതൊരു തീയതിയുണ്ട്, അത് നമുക്കറിയത്തില്ല. അത് ഒരു സെലിബ്രേഷൻ ആക്കണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമേൻ, ക്രിസ്തു മരിക്കുന്നിടം വരെ അതൊരു പ്രധാനപ്പെട്ട സംഭവം തന്നെ ആയിട്ട് കണക്കാക്കിയിരുന്നു എങ്കിൽ പോലും യേശുവിന്റെ മരണം കഴിഞ്ഞതോടുകൂടെ യേശു ക്രിസ്തുവിന്റെ ജനനത്തിനല്ല പ്രസക്തിയുള്ളത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട, വി പ്രീച്ച് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നുള്ള ആ സന്ദേശമാണ് മനുഷ്യവർഗത്തിന്, പാപികൾക്കും രക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ യേശുവിനെ കുറിച്ച് കാണുമ്പോൾ അവൻ ഇരുന്നവനാണ്, ഇപ്പോഴുള്ളവനാണ്, വരുന്നവനാണ്. ഹി വാസ്, ഹി ഈസ് ഓൾവേസ് ആൻഡ് ഹി വിൽ ബി. അത് മാത്രമല്ല, യേശുവിനെ കുറിച്ച് കാണുവാൻ കഴിയുമ്പോൾ ഹി ഈസ് ദ only one. Amen. He came down from the heaven and stepped into the history of human being. സ്വർഗീയ മഹിമകളെ വിടിഞ്ഞ് മനുഷ്യ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നതായിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ക്രിസ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. യേശുവിനൊരു മുൻഗാമിയില്ല, യേശുവിന്റെ പിൻഗാമിയില്ല. യേശുവിന് യേശു മാത്രമാണ്. He has not any predecessor and successor. He is the first without the second. യേശു രണ്ടാമനില്ലാത്ത ഒന്നാമനാണ്. He had not any kingdom. യേശുവിന് ഒരു സാമ്രാജ്യമില്ലായിരുന്നു. ബട്ട് പീപ്പിൾ കോൾഡ് ഹിം കിങ്. യേശുവിനെ ആളുകളെല്ലാം രാജാവായിട്ട് കണക്കാക്കി. യേശുവിന് സെർവൻസ് ഇല്ലായിരുന്നു. ആമേൻ. യാതൊരു വിധത്തിലുള്ളായിരിക്കുന്ന ദാസന്മാരും ഇല്ലായിരുന്നു. എങ്കിലും they called him master. അവനെ യജമാനായിട്ട് വിളിച്ചു. അടുത്ത, യേശുവിന് അക്കാഡമിക് ആയിട്ടൊരു ക്രെഡൻഷ്യൽ ഇല്ലായിരുന്നു. പ്രത്യേകമായ വിദ്യാഭ്യാസം ഇല്ലാത്ത എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ യേശുവിനെ ആളുകൾ ടീച്ചർ, ഗുരു, റബായ് എന്ന് വിളിച്ചിരുന്നെന്ന് കാണുവാൻ കഴിയും. യേശുവിന്റെ കയ്യിൽ യാതൊരു മെഡിസിനും ഇല്ലായിരുന്നു. എങ്കിലും യേശു ഒരു വൈദ്യനായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിന്റെ കൂടെ സോൾജേഴ്സ് ഒന്നുമില്ലായിരുന്നു. ആമേൻ. പക്ഷേ പടയാളികളില്ലാതെ സ്നേഹത്തിന്റെ പാഠശാലയിൽ ഇരുത്തി, ആയുധങ്ങളില്ലാതെ ദൈവസ്നേഹം കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവനും ഒന്നിച്ച് അടക്കി ഭരിച്ചതായ മഹാനായ വ്യക്തി യേശുവിനെ പോലെ ഉള്ള ആരും ഇല്ല. യേശുവിന് ആയുധങ്ങളില്ലായിരുന്നു. ആമേൻ. യേശുവിന് വെപ്പൺസ് ഒന്നുമില്ലായിരുന്നു. എന്നാൽ കർത്താവ് വിജയം കൈയടക്കുവാൻ, ലോകത്തെ മുഴുവനിൽ നിന്നും വിജയം കൈയടക്കുവാനിടയായി. പൊളിറ്റിക്കൽ പവർ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ യേശുവിനെ ലോകത്തിലുള്ള സകല ആളുകളും ഭയപ്പെട്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. 12 ലീജിയനിലധികം കമാൻഡോകളെ സ്വർഗത്തിൽ നിന്ന് ആവശ്യപ്പെട്ടാൽ യേശുവിന് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുമായിരുന്നു. പക്ഷേ യേശു ഒരു പടയാളിയെ പോലും യേശുവിന്റെ സഹായത്തിനായിട്ട് ദൈവത്തോട് ആവശ്യപ്പെട്ടില്ല. പകരം മറുവശത്ത് ആമേൻ തന്റെ സഹായത്തിനായിട്ട് വാളെടുത്ത് വെട്ടിയതായിരിക്കുന്ന പത്രോസിനോട് പറഞ്ഞു, നീ വാൾ ഉറയിലിടുക, വാൾ കൊണ്ടുള്ള സാമ്രാജ്യമല്ല, സ്നേഹത്തിന്റെ സാമ്രാജ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗത്തിൽ നിന്ന് 1-2 ഭാഗം കൂടെ ഓർപ്പിക്കട്ടെ. ഈ വചനത്തിൽ കൂടെ ഞാൻ പറഞ്ഞല്ലോ, ആമേൻ, യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് നമുക്ക് പഴയ നിയമത്തിൽ ക്രിസ്തുവിന് 3600 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു മശിഹായായിട്ട് ഒന്നാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞ ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ടിടയായി തീർന്നത്. അതായത് ഒരു അമ്മയുടെ ഉദരത്തിൽ ജന്മമെടുക്കുന്ന ഒരു കുഞ്ഞിന്റെ ജനിച്ച ആ ദിവസം മുതൽ തന്നെ പ്രസവിക്കുന്ന ആ ദിവസം വരെയുള്ള ഏതാണ്ട് 10 മാസക്കാലം, 9 മാസവും 9 ദിവസവും ആ കുഞ്ഞിനുണ്ടാകുന്ന ആ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളുണ്ട്. ആദ്യത്തെ ഒരു 6 ആഴ്ച കഴിഞ്ഞ് എടുക്കുന്ന ഒരു സ്കാനിങ്ങിന്റെയോ അല്ലെ അൾട്രാസൗണ്ടിന്റെയോ ആയിരിക്കുന്ന ഇമേജ്, അടുത്ത ഒരു 4-5 മാസം
ഒരു മാസം കൂടെ കഴിഞ്ഞെടുത്താൽ കുറച്ചുകൂടെ ഡെവലപ്പ് ആകുന്നു, കുറച്ചുകൂടെ അത് ഇമേജ് ആകുന്നു. അങ്ങനെ ഈ അമ്മയുടെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ശിശുവിന്റെ വളർച്ചയുടെ ആ ഡെവലപ്മെന്റ് ഗ്രാജുവൽ ഗ്രോത്ത് അനുസരിച്ച് എടുക്കുന്ന ചിത്രങ്ങൾക്കും എക്സ്റേകൾക്കും ഒക്കെ അത് പ്രസവത്തിനോട് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ക്ലിയർ ആകുന്നത് പോലെ ആമേൻ കർത്താവായ യേശു ക്രിസ്തു ഈ പ്രപഞ്ചത്തിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ പുരാതനമായി എടുത്ത ഒരു ആമേൻ ഞാൻ പറയുന്നത് 1600 വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്നതിന് മുമ്പ് എടുത്തതായ ഒരു ചിത്രമാണ്, അല്ലെങ്കിൽ ഒരു ഇമേജാണ് ഞാൻ ഈ പറഞ്ഞ ഉൽപ്പത്തി 3:15. അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. പ്രവാചകന്മാർ മാറി മാറി പ്രവചിച്ചു. ഓരോരുത്തരെയും ദൈവം അതിനായിട്ട് ഉപയോഗിച്ചു. അവരവർക്ക് ദൈവം കൊടുത്ത ദൂത് അവർ വിളിച്ചു പറഞ്ഞു. ആ ദൂത് അതുപോലെ സമർത്ഥിക്കുവാനിടയായി. ഞാൻ എല്ലാം എടുത്തു പറയുന്നില്ല, പ്രധാനപ്പെട്ട ചിലതും മാത്രം എടുത്തു പറഞ്ഞതുകൊണ്ട് പറഞ്ഞ് ചില കാര്യങ്ങൾ പറയുവാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതാ നമ്പേഴ്സ് അല്ലെങ്കിൽ സംഖ്യാപുസ്തകം 24 അധ്യായത്തിന്റെ 17 വചനത്തിൽ ഇതാ ബിലെയാം പ്രവചിക്കുന്നു. അതെ, കർത്താവിനെ കുറിച്ചുള്ള യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ള ഒരു ശക്തമായ, ഏറ്റവും സ്പഷ്ടമായ, കുറെ കൂടെ വ്യക്തമായ ഒരു ദൂത് ആ പ്രവാചകൻ പറയുന്നു. എന്താണ് പറയുന്നത്? 17 ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ അവനെ കാണും, ഇപ്പോൾ അല്ല താനും. ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ല താനും. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. അങ്ങനെയെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ പ്രത്യേകം ഒരു നക്ഷത്രത്തെക്കുറിച്ചുകൂടെ അവിടെ എഴുതിയിരിക്കുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആ നക്ഷത്രം അത്രേ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്ന ആ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കണ്ടതായ 3 സ്ഥലത്തു നിന്ന് 3 തരത്തിൽ കണ്ടതായ ആ സഞ്ചരിക്കുന്ന നക്ഷത്രത്തെ അനുഗമിച്ചു വന്നതായ ആ നക്ഷത്രം അവരെ ഈ വിദ്വാൻമാരെ, ഒന്നിലധികം പേരുണ്ടായിരുന്നു, 3 പേരുണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ 3 പേരെയും കൊണ്ടെത്തിച്ചത് ആ ശിശു കിടന്ന ആ പ്രത്യേകമായിരിക്കുന്ന വീട്ടിൽ ആയിരുന്നു. യോസഫ് ഉണ്ടായിരുന്നു, മറിയ ഉണ്ടായിരുന്നു. മത്തായി 2:10 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് അവർ അവനെ കണ്ട്, നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ഇടയ്ക്ക് അവർ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ കയറിപ്പോയി, തെറ്റിപ്പോയി. അവിടെ തെറ്റിപ്പോയെങ്കിലും അവർക്ക് വേണ്ടി ആ നക്ഷത്രം കാത്തവിടെ നിന്നിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ മടങ്ങി വന്നു, നക്ഷത്രത്തിന്റെ പിന്നാലെ അനുഗമിച്ചു. അവർ 3 പേരും, അവരെ കുറിച്ചുള്ള പേരുകളും ചരിത്രകാരന്മാർ പറയുന്നു. അതായത് ജാസ്പർ എന്ന് പറയുന്ന ഒരാള്, മെൽഷർ എന്ന് പറയുന്ന ഒരാള്, ബെൽസസർ എന്ന് പറയുന്ന ഒരാള്. അവര് ആകാശത്തിലെ നക്ഷത്രമണ്ഡലങ്ങളിലെ ഗതികളെയും വിഗതികളെയും കുറിച്ച് പഠിക്കുന്നതായിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരായിരുന്നു. എല്ലാ ദിവസവും അന്നത്തെ കാലത്ത് ശക്തമായ ടെലസ്കോപ്പുകളൊന്നുമില്ല. വളരെ ഇന്നത്തേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. 2000 അപ്പുറം ഉള്ള വർഷങ്ങൾക്ക് മുമ്പേ സംഭവമാണ്. എന്നീ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഏതാണ്ട് 200 നക്ഷത്രങ്ങൾ മാത്രമേ ഒരു മനുഷ്യന് എണ്ണാൻ കഴിയുമായിരുന്നുള്ളൂ. മാറി മാറി പല സ്ഥലത്ത് പോയിരുന്നാലും സമുദ്രത്തിന്റെ തീരത്തുള്ള മണൽത്തരികളിലെ അത്രയും നക്ഷത്രങ്ങൾ ആകാശഗംഗയിലും അതെ ഈ കാണുന്ന സൗരയൂഥത്തിലും ഉണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എണ്ണാൻ കഴിയാത്തതാണ്. അങ്ങനെ ഈ നക്ഷത്രങ്ങളുടെ എണ്ണത്തെ സമുദ്രത്തിലെ മണൽത്തീരത്തോട് സാദൃശ്യപ്പെടുത്തി പഠിപ്പിച്ചതായ ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞനാണ് നമ്മുടെ യഹോവയാം ദൈവം. ഏബ്രഹാമിനോടാണ് അത് പറഞ്ഞത്. നീ നോക്കാൻ പറഞ്ഞു, ഇത് രണ്ടും ഒരുപോലെയാണ്, എണ്ണമറ്റതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടേക്ക് വരട്ടെ. അങ്ങനെ 2 വർഷം കഴിഞ്ഞാണ് അവര് കടന്നു വരുവാനിട. അപ്പോൾ യാക്കോബിൽ നിന്ന് ഉദിക്കുന്ന ഒരു നക്ഷത്രം എന്ന് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വീണ്ടും ആവർത്തന പുസ്തകം 18 വരുമ്പോൾ അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മോശ എഴുതിയിരിക്കുന്ന ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന്, എന്താ ദൈവം പറയുന്ന ഒരു സന്ദേശമാണ്, ഒരു ദൂതാണ്. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞാന് ഒരു പ്രവാചകനെ എന്ത് ചെയ്യും? മോശ പറയുന്ന ഒരു കാര്യമാണ്, എന്നെ പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും എന്ന് പറയുന്ന ഒരു സന്ദേശമുണ്ട്. അത് കർത്താവ് യേശു ക്രിസ്തു ഒരു പ്രവാചകൻ ആണെന്നുള്ള വ്യക്തമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ്. ഒരു നക്ഷത്രമായിട്ട് കണ്ടു, സ്ത്രീയുടെ സന്തതിയായിട്ട് കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, വിവിധ പ്രവാചകന്മാർ വിവിധ ആംഗിളിൽ നിന്നുകൊണ്ട് വിവിധ വശങ്ങളിൽ യേശു ക്രിസ്തുവിനെ വിവിധ തരത്തിൽ ചിത്രീകരിക്കുക. അവർക്ക് കിട്ടിയ ദർശനം അനുസരിച്ച് അവരെ എഴുതി വെച്ചു. ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടി വായിക്കുമ്പോൾ യേശു ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്.
ഒരു ഓബ്ജക്റ്റിന്റെ വിവിധ ഡിമെൻഷൻസിന്റെ വിവിധ പ്ലാനുകൾ വിവിധ ആംഗിളുകളിൽ എടുത്ത് ചിത്രം ഡ്രോയിങ് ഉണ്ടാക്കുന്നത് പോലെ ഒരു വീടിന്റെ ഒക്കെ പ്ലാൻ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് പല ഡൈമെൻഷൻ ഉള്ളതായിരിക്കുന്ന വീടിന്റെ ഭാഗങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു പിക്ചറിന്റെ അകത്ത് അത് ഒതുങ്ങത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഐസോടോപിക് പിക്ചർ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന്റെ അകത്ത് അത് 2 ഡയമെൻഷനിൽ കൂടുതലുള്ള ഡിമെൻഷനിൽ കൂടുതലുള്ള എല്ലാത്തിനും വിവിധ ചിത്രങ്ങൾ ചേർത്ത് വെച്ച് പഠിക്കുന്നത്. അതുകൊണ്ട് അത്രേ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 ആംഗിളിൽ 4 പേരും എഴുതിയത് ചേർത്ത് വെച്ച് പഠിക്കുമ്പോഴാണ് യേശു ആരെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് അവൻ പ്രവാചകനായിട്ട് കടന്നു വരുന്നു. പിന്നെയും മുമ്പോട്ട് പോവുകയാണ്. പ്രവാചകനായ യെശയ്യാവ് BC 700 അപ്പോഴേക്കും കാലം കുറെ കൂടെ മുമ്പോട്ട് പോയി. കുറച്ചുകൂടെ വ്യക്തമായി ഈ ചിത്രം കുറെ കൂടെ വ്യക്തമായി. പ്രവചനത്തിന്റെ ആ ദൂത് അകലെ നിൽക്കുമ്പോൾ വ്യക്തമല്ല, അധികമായിട്ട് സ്പഷ്ടമല്ല, എങ്കിലും അടുക്കും തോറും വ്യക്തമായി സ്പഷ്ടമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദൂരെ നിന്ന് നോക്കുന്നതായിരിക്കുന്ന ഒരു ഓബ്ജക്റ്റ് നമ്മൾ ആ വസ്തുവിനോട് അടുക്കുമ്പോൾ അത് വ്യക്തമായിട്ടും അത് ക്ലിയർ ആയിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നത് പോലെ തന്നെ ആമേൻ യേശുവിന്റെ ജന്മത്തോട് 700 വർഷങ്ങൾക്കപ്പുറമായി പ്രവാചക ശ്രേഷ്ഠൻ പ്രവചനത്തിന്റെ കുഴൽ കണ്ണാടിയിൽ കൂടെ യേശുവിനെ ഒന്ന് കാണുകയാണ്. ആമേൻ അന്നെടുത്തൊരു ചിത്രമാണ് യെശയ്യാവ് 7:14. അത് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് സ്ത്രീയുടെ സന്തതി തന്നെയാണ്, കന്യകയിൽ നിന്നാണ് ജനിക്കുന്നത്, പുരുഷനില്ലാതെ ജനിക്കുന്ന ഒരു കുഞ്ഞാണ്, ദൈവത്തിന്റെ പുത്രനാണ്. പ്രൈസ് ദി ലോർഡ്. കന്യകയായ സ്ത്രീയാണ്, അവൾ പ്രസവിച്ചിട്ടില്ല, അവൾ കുടുംബസ്ഥയല്ല, അവൾ വേറെ കുഞ്ഞുങ്ങൾക്ക് ജന്മവും കൊടുത്തിട്ടില്ല. അങ്ങനെയെങ്കിൽ അവളുടെ ഉദരത്തിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായി പ്രപഞ്ചത്തിന്റെ എല്ലാത്തിന്റെ വീണ്ടെടുപ്പുകാരനായ മശിഹ അവനാണ് ജനിക്കാൻ പോകുന്നത്. അതൊരു മകൻ തന്നെയാണ്. ആമേൻ, അതൊരു മകനാണ്. അത് മാത്രമല്ല അടുത്തതായിട്ട് പറയുന്നുണ്ട് അവൻ ആരാകുന്നു? അത്ഭുത മന്ത്രിയാണ്. ഇംഗ്ലീഷ് ബൈബിൾ വണ്ടർഫുൾ കൗൺസിലർ എന്നുള്ളത് 2ആയിട്ടാണ് കിടക്കുന്നത്. മലയാളത്തിൽ അത്ഭുത മന്ത്രി എന്നുള്ളത് ഒരു തർജ്ജമയുടെ ഒരു ചെറിയ പിശകായിട്ട് നമുക്ക് കണക്കാക്കാം. അവൻ അത്ഭുതമാണ്, അവൻ ആമേൻ സ്തോത്രം മന്ത്രിയാണ്, കൗൺസിലറാണ്. 2ആയിട്ട് പറഞ്ഞാലും അത് തെറ്റല്ല, 1ആയിട്ട് പറഞ്ഞാലും തെറ്റല്ല. എന്നാൽ ഞാൻ പിന്നെ പറയുന്നത് എന്താണ്? അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. ആമേൻ. ആധിപത്യം, ദി ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. ആമേൻ. പ്രപഞ്ചത്തിന്റെ മുഴുവനും ഭരണസാരഥ്യം വഹിക്കുവാനായിട്ട് ഈ മകൻ ഭാവിയിൽ ഈ പ്രപഞ്ചത്തിൽ തന്നെ വരും എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നത് ആമേൻ അടുത്തതായ ഒരു പ്രധാനപ്പെട്ട പഴയ നിയമത്തിലെ പ്രവചനം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് മീഖ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്. അതായത് ക്രിസ്തു ജനിക്കുന്ന ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഭൂമിശാസ്ത്രപരമായിട്ട് ഏത് സ്ഥലത്തായിരിക്കും കർത്താവ് ജനിക്കുന്നത് എന്നുള്ള വ്യക്തമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് മീഖ എന്ന് പറയുന്ന ചെറിയ പ്രവാചകൻ ക്രിസ്തുവിനെ ഏതാണ്ട് 600 വർഷങ്ങൾക്ക് മുമ്പ് താൻ വിളിച്ചു പറഞ്ഞത്. എന്താണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്? അല്ലയോ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ വളരെ ചെറുതായിരുന്നാലും നിന്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുവാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. അവന്റെ ജന്മം, അവന്റെ ജനനം പുരാതനനെ ഉള്ളവനും പുരാതനവുമായിരിക്കും എന്ന് പറഞ്ഞാൽ പുരാതനായിരിക്കുന്ന ഒരു ദൈവം പ്രപഞ്ചത്തിന്റെ ഒക്കെ രക്ഷകനായിട്ട് ജനിക്കുവാനായിട്ട് പോകുന്നു. എവിടെ? ബേത്ലഹേം എന്ന് പറയുന്ന ആ സ്ഥലത്ത്. അന്നത്തെ കാലഘട്ടത്തിൽ ബേത്ലഹേമിന് പ്രസക്തി വളരെ കുറവാണ്. ബേത്ലഹേമിന് യെരുശലേമിനാണ് പ്രസക്തി ഉള്ളത്. എപ്പോഴും അതാണ് കാണുവാൻ കഴിയുന്നത്. എന്നാൽ അവിടെയുള്ള ബേത്ലഹേം എഫ്രാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേത്ലഹേം എന്ന് പറയുന്ന സ്ഥലം അന്നത്തെ കാലഘട്ടത്തിൽ മീഖ പ്രവചനം എഴുതുമ്പോൾ 2 സ്ഥലത്തെ ബേത്ലഹേം എന്ന് വിളിക്കുന്നുണ്ട്. ആ 2 സ്ഥലത്തിൽ സ്പെസിഫിക് ആയിട്ട് എഫ്രാത്തയിലുള്ള ബേത്ലഹേം, അതായത് റാഹേൽ മരിച്ചു വീണതായ സ്ഥലം, ബെന്യാമീനെ പ്രസവിച്ചതായിരിക്കുന്ന സ്ഥലം, ദാവീദിന്റെ പട്ടണമായിരിക്കുന്ന ആ സ്ഥലം, അവിടേക്കത്രേ യോസഫും മറിയയും പേർവഴി ചാർത്തുവാൻ അത് കടന്നുപോയതെന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ വളരെ അപ്രധാനമായിരിക്കുന്ന ഒരു സ്ഥലം പ്രധാനമായി മാറുകയാണ്. ആമേൻ. ഏറ്റവും കൊച്ചു സ്ഥലം, ആളുകളൊന്നും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന ആ പ്രധാനപ്പെട്ട ആ സ്ഥലം ഏത്? യേശുക്രിസ്തുവിന്റെ ജനനത്തോടുകൂടെ പ്രസിദ്ധമായി തീരുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ ക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കുവാനിടയായി തീർന്നു. അതിനെക്കുറിച്ച് ഇനി പുതിയ നിയമത്തിലെ ആ ചില ഒരു പ്രവചനത്തിന്റെ ഭാഗം കൂടെ പറഞ്ഞു, അല്ലെങ്കിൽ നടന്ന സംഭവത്തോടുള്ള ബന്ധത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് ഞാൻ വരികയാണ്. അവിടെയാണ് നമുക്കവിടെ ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ചരിത്രപരമായിട്ടുള്ള കിട്ടുന്നതായ ഏറ്റവും വ്യക്തമായിരിക്കുന്ന റെക്കോർഡ്.
അതായത് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കഥാപാത്രവും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലവും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു സമയവും തെറ്റല്ല. അത് ഭൂമിശാസ്ത്രപരമായിട്ട് ഒരു പക്ഷേ ആ സ്ഥലത്തിന് പേര് വ്യത്യാസം വരുന്നതല്ലാതെ മറ്റൊന്നുമില്ല. ആ പറയുന്ന വ്യക്തികൾ ചിലപ്പോൾ മരിച്ചു പോയിരിക്കാം, അവരുടെ പരമ്പരകളായിരിക്കും പിന്നെ കാണുന്നത്. ആ തീയതി എന്ന് പറയുന്നതോ ആ വ്യക്തി എന്ന് പറയുന്നതോ ഒക്കെ വേദപുസ്തകത്തിന്റെ പ്രത്യേകത അതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഒരു കാരണവശാലും നമുക്ക് സ്തോത്രം നിഷേധിക്കാനാവാത്ത ഒത്തിരി കാര്യങ്ങൾ ബൈബിളിൽ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ, വ്യക്തമായ രീതിയിൽ. അല്ലെ, വേദങ്ങളിൽ ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നൊരു വേദങ്ങൾക്കകത്തൊക്കെ പറയുന്ന വ്യക്തിത്വങ്ങളെ കുറിച്ച്, കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനൊരു തീയതിയോ ഒരു വ്യക്തിയോ ഒരു ഡേറ്റോ ഇല്ല. അതാ പണ്ട് ഒരിക്കൽ ഒരിടത്ത് ഒരു രാജാവ് ജീവിച്ചിരുന്നു. ഓർത്തു നോക്കിയേ, ആ കഥയ്ക്കകത്ത്, ആ സ്റ്റോറിക്കകത്ത് ഒരിക്കൽ ഡേറ്റ് ഇല്ല, ഒരിടത്ത് പ്ലേസ് ഇല്ല, ഒരു രാജാവ്. വൺസ് അപ്പോൺ എ ടൈം there was lived a certain king എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളത്തിൽ ഒരിക്കൽ ഒരിടത്ത് ഒരു രാജാവ് ജീവിച്ചിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് യാതൊരു കഥയുമില്ലാത്ത ഒരു കഥയാണെന്ന് കാണുവാൻ കഴിയും. എന്നാൽ എൻ്റെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ സന്ദർഭങ്ങളിലൊക്കെ ലൂക്കോസ് 3 നിങ്ങൾ വായിച്ചു നോക്കണം. അതായത് ഈ പറയുന്ന സീസർ മരിച്ച് അടുത്ത സീസർ അധികാരത്തിൽ വരികയാണ്. റോമൻ സീസർ തിബരിയാസ് വരികയാണ്. ആ കാലഘട്ടത്തിൽ യേശുവിന് 30 വയസ്സാകുക. അതിനെക്കുറിച്ച് ലൂക്കോസ് എന്ന് പറയുന്ന ചരിത്രകാരൻ അവിടെ 3 എഴുതിയത് തിബരിയാസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ. പൊന്തിയാസ് പീലാത്തോസ് എന്ന് പറയുന്ന വ്യക്തി യഹൂദയിലെ അന്നത്തെ ഗവർണർ ആയിരിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ അവിടെ പ്രസംഗിക്കാൻ വരുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗങ്ങളിൽ ഒക്കെ കാണുവാൻ കഴിയുന്ന വ്യക്തമായ ഒരു ചിത്രം സ്ഥലത്തെക്കുറിച്ചുള്ളത്. ഞാൻ ഈ കാര്യത്തെക്കൂടെ ഒന്ന് സൂചിപ്പിച്ച് എൻ്റെ ചിന്തകളെ അവസാനിപ്പിക്കുക. ലൂക്കോസ് 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആ കാലത്ത് യേശുവിന്റെ ജനനത്തിന്റെ ആ സംഭവം അവിടെ ലൂക്കോസ് വിവരിക്കുകയാണ്. എന്താ പറയാ, ആ കാലത്ത് അത് യേശുവിന്റെ ജനനത്തെക്കുറിച്ച് 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. ജനിക്കാൻ ഇതിന്റെ പശ്ചാത്തലം 1-ൽ പറഞ്ഞിരിക്കുന്നു. അതായത് യേശുവും യോഹന്നാനും തമ്മിൽ 6 മാസത്തെ പ്രായക്കൂടുതൽ യോഹന്നാനുണ്ട്. ലോകമൊക്കെയും പേർവഴി, ലോകം എന്ന് ഉദ്ദേശിക്കുന്ന റോമൻ സാമ്രാജ്യം അധികാരത്തിൽ വന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഒക്കെയും പേർവഴി ചാർത്തണം. മഹാരാജാക്കന്മാർ അധികാരത്തിൽ പുതുതായിട്ട് വരുന്ന സന്ദർഭത്തിൽ ആദ്യമായിട്ട് അവർ ചെയ്യാറുള്ള ഒരു കാര്യമാണ് പേർവഴി ചാർത്തുക എന്നാണ്. ഇവിടെ ചാർത്തൽ എന്നൊക്കെ പറഞ്ഞ സെൻസസ് എന്ന് പറയുന്നതാണ് കാണുവാൻ കഴിയുന്നത്. ആ മലയാളം വാക്കിന്റെ അകത്ത് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയത്തില്ല. ചാർത്തുക എന്ന് പറഞ്ഞാൽ സെൻസസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാജാവ് അധികാരത്തിൽ വരുമ്പോൾ ആ രാജ്യത്ത് എത്ര പ്രജകളുണ്ട്, ആ രാജ്യത്ത് യുദ്ധത്തിൻ്റെയൊക്കെ ആവശ്യം വന്നാൽ പട്ടാളക്കാരായിട്ട് ചെറുപ്പക്കാരെ എത്ര പേര് കിട്ടും. ഇന്നത്തെ കാലത്ത് ടാക്സ് ഉള്ള സമയമാണ്. ഒരു തലയ്ക്ക് 2 കാശ് വെച്ച് ഗവൺമെന്റിലേക്ക് ടാക്സ് ഒരു വ്യക്തിക്ക് കൊടുക്കണം. തലക്കരം എന്ന് പറയും. അങ്ങനെ കരം കൊടുക്കണം. കർത്താവിനൊടുക്കലും കരം കൊടുക്കാനൊക്കെ ചെന്ന കാര്യം നമുക്ക് അറിയാനായിട്ട് കഴിയും. അപ്പോൾ ഈ രാജ്യത്തുള്ള ജനങ്ങളിൽ നിന്ന് പിരിഞ്ഞു കിട്ടുന്ന റവന്യൂ എത്രയാണ്, എത്ര പട്ടാളക്കാരെ ആവശ്യമായി വന്നാൽ റിക്രൂട്ട് ചെയ്യാനായിട്ട് കഴിയും, എത്ര പോപ്പുലേഷൻ ഉണ്ട്, ഇങ്ങനെയുള്ള എത്ര സ്ത്രീയുണ്ട്, എത്ര പുരുഷനുണ്ട്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പുതിയൊരു ഒരു സീസർ അധികാരത്തിൽ വരികയാണ്. സീസറിന്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. ഔഗസ്റ്റസ് സീസർ എന്ന് പറയുന്ന വ്യക്തി. ഇംപറേറ്റർ ഗായസ് ഒക്ടേവിയസ് എന്നാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം ചരിത്രത്തിന്റെ അകത്ത്. ഇംപറേറ്റർ എന്ന് പറയുന്നതാണ് എംപറർ എന്നുള്ളതിന് ഉള്ളതായ ലാറ്റിൻ വേർഡാണ്. ഗായസ് ഒക്ടേവിയസ് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഓഗസ്റ്റസ് സീസറിന്റെ മറ്റേ പേര്. ഓഗസ്റ്റസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരാണ്. ഒക്ടേവിയൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പെറ്റ് നെയിമാണ്. അതായത് ജൂലിയസ് സീസർ അന്നത്തെ കാലഘട്ടത്തിൽ ഇതിനു മുമ്പേ ഉണ്ടായിരുന്നത് ജൂലിയസ് സീസർ ആയിരുന്നു. കാഷ്യസും ബ്രൂട്ടസും കൂടി ചേർന്ന് ജൂലിയസിനെ കൊല്ലുന്ന സന്ദർഭത്തിൽ ഈ പറയുന്ന ഈ ഒക്ടേവിയൻ എന്ന് പറയുന്ന വ്യക്തിക്കോ ഓഗസ്റ്റൻസ് എന്ന് പറയുന്ന വ്യക്തിക്ക് 18 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ജൂലിയസ് സീസറിന്റെ വളർത്തുമോനാണ് ഈ പറയപ്പെട്ട വ്യക്തി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്തായിരുന്നാലും ഞാൻ പറയട്ടെ, BC 27 അധികാരത്തിൽ വന്നു. ക്രിസ്തുവിന് 27 വർഷം മുമ്പ് AD 14 വരെ അദ്ദേഹം റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു എംപറർ ആയിട്ട് സീസറായിട്ട് ഭരിച്ചു. അപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ താൻ ഉടനെ ഒരു കൽപ്പന ഇട്ടു. എന്താണ്? എല്ലാവരും സെൻസസ് എടുക്കുവാൻ അവരവരുടെ ജനിച്ച ഈ പഞ്ചായത്തിൽ ചെല്ലണം,
സ്ഥലത്ത് ചെല്ലണം. അങ്ങനെയുള്ളപ്പോൾ മറിയയും യോസഫും ആ സ്ഥലത്തുള്ളവരാണ്. മറിയയും യോസഫും ബേത്ലഹേം ജനിച്ചവരാണ്. പക്ഷെ അവർ നസറേത്തിലാണ്, ഇപ്പോൾ ഗലീലയിലുള്ള നസറേത്തിലാണ്, ഗലീലയിലാണ് ഇപ്പോൾ പാർക്കുന്നത്. എന്നാൽ ബേത്ലഹേമിലേക്കാണ് പോകേണ്ടത്. ആ സന്ദർഭത്തിൽ മറിയ പ്രസവിച്ചിട്ടില്ല. മറിയയ്ക്ക് പ്രസവിക്കാനുള്ള സമയം ആയിരിക്കുകയാണ്. വേദപുസ്തകത്തിൽ മീഖാ പ്രവാചകൻ എഴുതി വെച്ചു, ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, നിന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ ജനിക്കും എന്ന് പറയുമ്പോൾ, ആമേൻ, ജനിക്കാനുള്ള കുഞ്ഞിനെ ഉദരത്തിലിട്ടുകൊണ്ട് ആമേൻ ഈ കുഞ്ഞിന്റെ അമ്മ അല്ലെങ്കിൽ യേശു കുഞ്ഞിന്റെ അമ്മ മറിയ ഗലീലയിൽ താമസിക്കുകയാണ്. സ്തോത്രം. പക്ഷെ പ്രവാചകനെ കൊണ്ട് എഴുതി വെപ്പിച്ച എന്താണ്? എവിടെ ജനിക്കുമെന്ന്? ബേത്ലഹേമിൽ ജനിക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ ബൈബിളിൽ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രോവർബ്സ് 21:1 ഒരു വാക്യമുണ്ട്, മഹാരാജാക്കന്മാരുടെ ഹൃദയത്തെ നീർത്തോട് കണക്കെ ദൈവം തിരിക്കുന്നു. രാജാക്കന്മാരുടെ തീരുമാനങ്ങൾ, പുതിയതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ, ഡിഗ്രി വിളംബരമൊക്കെ ദൈവം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതി അനുസരിച്ചാണ് അവർ പുറപ്പെടുവിക്കുന്നതെന്ന് അത് സദൃശവാക്ക് 21:1 പറയുന്നു. അന്ന് റോമൻ സാമ്രാജ്യം ഭരിച്ചിരിക്കുന്ന ആള് 33 കോടി ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്ന വ്യക്തിയാണ്. എങ്കിലും ആമേൻ, സർവശക്തനായ ദൈവമാണ് സർവത്തിന്റെയും സർവാധിപൻ. ആ സർവാധിപനായ വ്യക്തി കോരേശിന്റെ മനസ്സിനെ ഉണർത്തി എന്ന് പറഞ്ഞ പോലെ ഈ ചക്രവർത്തിയെ ഒന്ന് ഉണർത്തി, എല്ലാവരും സ്വന്തം നാട്ടിൽ പോയി സെൻസസ് എടുക്കണം എന്ന്. ആ ഉണർത്തിപ്പ്, ആ കൽപ്പന ഇല്ലായിരുന്നുവെങ്കിൽ, ആമേൻ, ഒരു 10 ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ ഗലീലയിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ ഈ യേശു ക്രിസ്തുവിന്റെ അമ്മ ആയ മറിയ പ്രസവിക്കുമായിരുന്നു. അങ്ങനെ പ്രസവിച്ചാൽ നമുക്കെന്താ? ഈ വേദപുസ്തകം ചുമന്ന് നടക്കാനോ ഇന്നിതുപോലെ ധൈര്യമായിട്ട് പ്രസംഗിക്കാനോ നിങ്ങൾക്കോ എനിക്ക് കഴിയത്തില്ല. എന്നിങ്ങനെയുള്ള എത്രയെത്ര പ്രവചനത്തിന്റെ വാക്യങ്ങൾ ആമേൻ അക്ഷരം പ്രതി ദൈവവചനപ്രകാരം നിവർത്തിയിരിക്കുന്നു. അവത്രയും പുസ്തകം ചുമക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കി. എന്തായിരുന്നാലും പെട്ടെന്ന് ഞാൻ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ആമേൻ, പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന മറിയയെ കൂട്ടിക്കൊണ്ട് യോസഫ് പോവുകയാണ്. 75 മൈലുകൾ താണ്ടണം. 75 മൈലുകൾ യാത്ര ചെയ്ത് ഒരു കഴുതപ്പുറത്ത് പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയും കൊണ്ട് മലകളും താഴ്വരകളും ഒറ്റയടി പാതകളും ഒക്കെ കടന്ന് കല്ലും മുള്ളും ചവിട്ടി യോസഫ് ആ കഴുതപ്പുറത്ത് കയറി കാണുകയില്ല. ആമേൻ, മറിയയായിരിക്കും കൂട്ടിക്കൊണ്ട് പോകുന്നത്. എന്തായിരുന്നാലും എത്രയോ ദിവസങ്ങൾ എടുത്തു കാണും, ഒരാഴ്ചയെങ്കിലും എടുത്തു കാണും. അവിടെ ചെല്ലുന്നിടം വരെ ആമേൻ, വേദപുസ്തകത്തിന്റെ പ്രവചനം കറക്റ്റായിട്ട് നടക്കേണ്ടതിന് ദൈവം ദോഷമൊന്നും വരുത്തിയില്ല. അതായത് ബേത്ലഹേമിന്റെ മണ്ണിൽ കാലുകുത്തി ദാവീദിന്റെ പട്ടണത്തിൽ കാലുകുത്തുമ്പോൾ ആമേൻ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, അവൾ ഏകജാതനായ പുത്രനെ പ്രസവിച്ചു. ആമേൻ. ഞാൻ പറയട്ടെ, പ്രവചനം അതുപോലെ നിറവേറി. ആ കുഞ്ഞിനെയും കൊണ്ട് പേർവഴി ചാർത്തിയതിനു ശേഷം, സെൻസസിന്റെ റെക്കോർഡെല്ലാം കൊടുത്തതിന് ശേഷം അവർ തിരിച്ച് ആമേൻ എത്തുന്നതായ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ സമയമായിരിക്കുന്നു. ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നു. യേശു ജനിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഈ പറയപ്പെട്ടത് പ്രവചനത്തിന്റെ സൂക്തങ്ങൾ പ്രവാചകന്മാർ എത്ര വിളിച്ചു പറഞ്ഞതാണ്. അവരൊക്കെയും ലോകത്തിൽ അറിഞ്ഞതാണ്. അത് മാത്രമല്ല, ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് ഈ വിദ്വാൻമാർ കയറിയത് കൊണ്ട് എന്തായി തീർന്നു? അന്ന് അവിടെ ഉണ്ടായിരുന്ന യഹൂദ പ്രമാണികൾക്കെല്ലാം മനസ്സിലാക്കി തരുവാൻ, അവരെ ഓർക്കുവാനിടയായി തീർന്നു. അയ്യോ, ഇങ്ങനെയാണല്ലോ പ്രവചനം കിടക്കുന്നതെങ്കിൽ യേശു ബേത്ലഹേമിൽ ജനിക്കുമെന്ന് അവരെ ഒന്നുകൂടെ ഓർപ്പിച്ചുണർത്താൻ ആയിരിക്കാം ഒരു പക്ഷേ വിദ്വാൻമാർക്ക് വഴിതെറ്റി അവിടേക്ക് പോയത്. ഇത്രയും പ്രവചനത്തിന്റെ ഭാഗങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടും ഈ ഒറ്റ ഒരു പരീശന്മാരോ സദൂക്യരോ പ്രധാനപ്പെട്ട ആളുകളോ ഈ യേശു കർത്താവിനെ കാണുവാനോ നമസ്കരിക്കുവാനോ സ്വീകരിക്കാനോ എത്തിയില്ല എന്നുള്ള ദുഃഖവാർത്തയാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ഒന്നാമത്തെ വരവിൽ അങ്ങനെ സംഭവിച്ചു. ആലയത്തിൽ ആമേൻ, ലേവ്യ പുസ്തകം 12-ാം അധ്യായത്തിൽ 41-ാമത്തെ ദിവസം അന്ന് പിറക്കുന്നതായിരിക്കുന്ന കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? അവിടെ പ്രതിഷ്ഠിക്കുവാൻ കൊണ്ടുവരണമെന്ന് ലേവ്യ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പെൺകുട്ടിയാണെങ്കിൽ 81-ാം ദിവസം, പുരുഷനാണെങ്കിൽ പുരുഷപ്രജയാണെങ്കിൽ 41-ാമത്തെ ദിവസം. ആ പ്രമാണം അനുസരിച്ച് ആമേൻ അവരുടെ കഴിവനുസരിച്ച് ഒരു യാഗവസ്തുവിനെ കൊണ്ടുപോകണം. ഒരു ജോഡി ചെങ്ങാലിപ്രാവിനെയും കൊണ്ട് ആമേൻ ആശാരി പണിക്കനായ ഈ യോസഫും സാധുവായിരിക്കുന്ന മറിയയും പഴുന്തുണിക്കകത്ത് പൊതിഞ്ഞുകൊണ്ട് യെരൂശലേം ദേവാലയം ഒന്നുണ്ട്, മനോഹരമായ യെരൂശലേം ദേവാലയം. ആ ദേവാലയത്തിന്റെ അകത്ത് ഈ കുഞ്ഞിനെയും കൊണ്ട് എല്ലുകയാണ്. ദേവാലയത്തെക്കാൾ വലിയവൻ ദേവാലയത്തിന്റെ അകത്ത് വന്നു. പക്ഷേ ദേവാലയത്തിലെ പുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരും ആരും അറിഞ്ഞില്ല. പക്ഷേ ആമേൻ ചിലരറിഞ്ഞു. ആത്മനിയോഗത്താൽ ഒരുത്തനകത്തിയെന്നു, ശിമിയോൻ. ആമേൻ. അവൻ ആരായിരുന്നു? വേദപുസ്തകത്തിന്റെ ഭാഗങ്ങൾ പകർത്തി എഴുതുന്ന ഒരു വ്യക്തിയായിരുന്നു.
അദ്ദേഹത്തിന് മനസ്സിലായി യേശു എവിടെയോ ജനിച്ചിട്ടുണ്ട്. 41-ാമത്തെ ദിവസം യെരൂശലേം ദേവാലയത്തിൽ വരും. ഇന്നത്തെ പോലെ അഡ്രസ്സോ ഫോൺ കോളോ ഒന്നുമില്ലാത്തത് കൊണ്ട് 41-ാമത്തെ ദിവസം എവിടെയാ ഒരു ആൺകുഞ്ഞ് യഹൂദന്റെ ജനിച്ചാലും പ്രതിഷ്ഠയ്ക്ക് അവിടെ കൊണ്ടുവരും. ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഈ ശിമിയോൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ശിമിയോനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്ന, മശിഹായ്ക്ക് വേണ്ടി കാത്ത് നോക്കി ഇരുന്ന ഒരു മനുഷ്യൻ ആലയത്തിൽ ചെന്നു, ഈ കുഞ്ഞിനെ കണ്ടു, അതിനുശേഷം കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചു. ആമേൻ. അവനോടൊരു ദൂതുണ്ടായിരുന്നു, നീ കർത്താവായ ഈശോ മശിഹായെ കണ്ടിട്ട് ലോകത്തുനിന്ന് മാറ്റപ്പെടുകയുള്ളെന്ന്. അവൻ ദൈവത്തോട് പറഞ്ഞു, ഇപ്പോൾ ദൈവമേ, അങ്ങയുടെ വാഗ്ദാന പ്രകാരം ഈ യേശുവിനെ എനിക്ക് കാണുവാൻ, മുഖാമുഖമായി കാണുവാനും അവിടുന്ന് കയ്യിലെടുക്കുവാനും ഇടയായി തീർന്നല്ലോ. പേരൻസിനെ അനുഗ്രഹിച്ചു വിട്ടു. പിന്നെ ആലയത്തോട് ചേർന്ന് താമസിച്ചായിരിക്കുന്ന ഒരു അന്ന എന്ന് പറയുന്ന വളരെ വയസ്സെന്ന ഒരു പ്രവാചകി, അവരും യേശുവിനെ കാണുവാനിടയായി. ബാക്കി ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും യെരൂശലേം ദേവാലയത്തിൽ പ്രതിഷ്ഠയ്ക്ക് വരുന്നുണ്ട്. യാഗവസ്തുമായിട്ട് വരുന്നു. ഒറ്റ പുരോഹിതനോ മഹാപുരോഹിതന്മാരോ ഒന്നും തിരിച്ചറിഞ്ഞില്ല യേശുവിനെ കൊണ്ട് തിരിച്ചു പോകുന്നിടം വരെ. ഇതുപോലെ രണ്ടാമത്തെ വരവിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരു കൂട്ടം പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥനാലയത്തിൽ ഇതുപോലെ പ്രാർത്ഥിക്കുന്നവരും പാടുന്നവരും ആരാധിക്കുന്നവരും ഒക്കെ പരമാവധി ജോലിയുണ്ട്, മറ്റു കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാം മാറ്റിവെച്ച് രാത്രിയുടെ നിശബ്ദതയിൽ നശിച്ചുപോകുന്ന ആത്മാക്കൾക്ക്, രോഗികൾക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അല്ല, യേശുവിന്റെ ഇനിയുള്ള വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ആമോസ് പറഞ്ഞതുപോലെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ വരും. ഒന്നാം വരവിൽ പലരും നേതാക്കന്മാരോ പ്രധാനപ്പെട്ടവരോ ആരും വന്നതും പോയതും ഒന്നും ശ്രദ്ധിച്ചില്ല, അറിഞ്ഞില്ല. അതിനു പകരം യേശുവിനെ തിരസ്കരിച്ചു. തള്ളിക്കളഞ്ഞ കല്ല് ദൈവം മൂലക്കല്ലാക്കി തീർത്തു. ആ കർത്താവ് സിയോനിൽ അടിസ്ഥാനമായിട്ട മൂലക്കല്ല യേശു ഇതാ വാനവരവിൽ ഇനി എത്രയും വേഗം വരുന്നു. ആ വരവിൽ ഞാനും നിങ്ങളും എതിരേൽപ്പാൻ കാണപ്പെടുമോ? ആത്മീയമായി ഇത്രമാത്രം അധപ്പതിച്ച ഒരു കാലഘട്ടം ഇനി ഉണ്ടോ എന്ന് പറയാൻ കഴിയത്തില്ല. യേശുവിന്റെ വരവെന്ന് പറയുന്നത് ഒരു പ്രധാന കാര്യമല്ല, സഭകളിൽ ഒരു പ്രസംഗമല്ല, ആളുകൾക്കൊരു ചിന്തയല്ല. പിന്നെയോ ഇങ്ങനെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ലോത്തിന്റെയും നോഹയുടെയും കാലം പോലെ ലോകത്തിൽ കിട്ടുന്ന പൈസ കൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ചുകൂടെ സമ്പാദ്യമുണ്ടാക്കി ലോകപ്രകാരം വലിയവരായി തീർന്ന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇതിങ്ങനെ തന്നെ പോകുമെന്ന് വിചാരിച്ച് പോകുന്ന ലോകത്തിൽ ഇനി ഞാൻ പറയുന്ന ദൂത് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു, അല്ലെങ്കിൽ എന്റെ മരണം. ഈദർ ദ റാപ്ചർ ഓർ മൈ ഡിപ്പാർച്ചർ. ഒന്നുകിൽ കർത്താവിന്റെ റാപ്ചർ, രഹസ്യ വരവ്, അല്ലെങ്കിൽ എന്റെ ഡിപ്പാർച്ചർ. രണ്ടിലേതെങ്കിലും ഈ ദിവസങ്ങളിലൊന്നും സംഭവിക്കുമ്പോൾ അതിൽ കാണപ്പെടുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ. ഈ പ്രേരണയോട് നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെ സഹായിക്കട്ടെ. മനോഹരമായിരിക്കുന്ന ഒരു പുതുവർഷത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ആഹ്വാനം ചെയ്തുകൊണ്ടും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ. വരവിന് താമസമെങ്കിൽ ജീവിക്കുന്ന നാളോളം യേശുവിനെ ഉയർത്തി ജീവിപ്പാൻ ഈ പ്രളയനും ഇടയായിത്തീരട്ടെ എന്ന് സർവ്വവിധ ആശംസകളും ഞാൻ കർത്താവിന്റെ നാമത്തിൽ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.